നീ കുളിയൊക്കെ കഴിഞ്ഞോ? ആ, കുളി കഴിഞ്ഞു. നീ ഉണർന്നോ? മട്ട് കണ്ടപ്പോ ഇപ്പോഴൊന്നും ഉണരാൻ പോകുന്നില്ലെന്നാ തോന്നിയേ. നീ വല്ല കോമഡി സിനിമയും കാണുമായിരുന്നോ സ്വപ്നത്തില്? നീ എന്താ അങ്ങനെ ചോദിച്ചേ? എന്തൊരു ചിരിയായിരുന്നടി, കുണുങ്ങി കുണുങ്ങി. അത് കേട്ട് അലാം അടിക്കാന്ന് വിചാരിച്ചാ ഞാൻ ഈ വെളുപ്പംകാലത്ത് എഴുന്നേറ്റ്. ഓ പിന്നെ അത് ചുമ്മാ. ചേട്ടനെ നേരിട്ട് കണ്ടിട്ട് 4-5 മാസത്തോളായി. കഴിഞ്ഞ ലീവിന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ചേട്ടനും ലീവ് ഉണ്ടായിരുന്നില്ല. അതിന്റെ കൂടുതൽ സന്തോഷം. ചേട്ടൻ എല്ലാ കൊല്ലവും പുൽക്കൂടിൽ വെക്കാനുള്ള ഉണ്ണീശ്വരം ഉണ്ടാക്കുന്നത് ക്ലേ കൊണ്ട്. നല്ല കഴിവാ എന്റെ ചേട്ടായിക്ക്. മതി കൊതിപ്പിച്ചത്. എനിക്കൊരു ബ്രദർ ഇല്ലാത്തതിന്റെ സങ്കടം തോന്നി തുടങ്ങിയത് നീ ഈ റൂമിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെയാ. മതി മതി മതി, ഞാൻ നിർത്തി. അല്ല, നിനക്കെപ്പോഴാ ബസ്? ഞാനിപ്പോഴിറങ്ങുവാ. നീ ട്രെയിനിലല്ലേ? ഉച്ച കഴിഞ്ഞ ട്രെയിൻ. അയ്യോ, എന്താടി? അല്ല, സ്വപ്നം കണ്ടപ്പോ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട നെയ്യപ്പ് ഉണ്ടാക്കുന്ന കണ്ടില്ല. പതിവുള്ള കാര്യ. ഒന്ന് പോടി അവിടുന്ന്. എനിക്ക് പോവാൻ സമയായി. ഗ്രേസി, ആ ഇച്ചയനെ ഞാൻ സിറ്റ് ഔട്ട് നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ വിളിച്ചതല്ലേ. ആഹാ, ആ എന്നാ നോക്കിക്കളയാലോ. കേമോ. പിന്നെ ഞാൻ നമ്മുടെ സലീമിന്റെ കട വരെ ഒന്ന് പോയി. ഒരു സൈക്കിൾ ഒപ്പിച്ചോണ്ട് പോന്നു. ചെറുപ്പം മുതലുള്ള ശീലമല്ലേ അവന്. അവനത് വിട്ടിട്ടില്ല. അവന്റെ ആ പഴയ സൈക്കിള് തുരുമ്പെടുത്ത് പോയപ്പോ എന്ത് സങ്കടമായിരുന്നു, ഓർക്കുന്നില്ലേ? കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ മതി സലീമിന്. കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്നോ? ടീനയ്ക്ക് എന്തായാലും ഇഷ്ടാവും. അവക്കിത് കണ്ടാ മതി. നെയ്യപ്പം അവൾക്ക് ഇഷ്ടമാണെങ്കിലും അവള് പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാറില്ലല്ലോ. എന്താ അതിനർത്ഥം? നെയ്യപ്പം അല്ല അവൾക്ക് ഇഷ്ടം, നിന്റെ കൈപ്പുണ്യം. മതി 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 മതി. എന്റെ മോളല്ലേ, അതങ്ങനെ വരും. നിന്റെ മോളോ? എന്ത് പറഞ്ഞാലും നിന്റെ മോള് നിന്റെ മോള്. ഓ, നിന്റെ വാരിയിലെടുത്ത് നിർമ്മിച്ചതാണല്ലോ അവളെ. അല്ല, നമ്മുടെ മോള്. എന്താ പോരെ? അങ്ങനെ പറ, നമ്മുടെ മോൾ. ഓ എത്ര കേട്ടോ? 100 രൂപ. സലീമിന്റെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാ. നിന്റെ ശീലം മുടക്കണ്ടെന്ന് കരുതി. ഞാൻ പറഞ്ഞില്ല ആരോട് സൈക്കിൾ വേണമെന്ന്. പിന്നെ എന്നാത്തിനാ? എന്താ ടോം? ടോം, എടാ എഴുന്നേക്കടാ. ദാ വെള്ളം കൊണ്ടുവന്നു. ഇതെന്തൊരു ഉറക്കമായത്. ഒന്ന് എഴുന്നേറ്റേ. എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാനൊന്ന് കിടക്കുവാ. അവൻ കിടന്നോട്ടെ, ബുദ്ധിമുട്ടിക്കണ്ട.
പിന്നെ ഉം. ഞാനൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോവുക. ആ. മോളെ കൂട്ടി വരാൻ ആ. സമയായി. ഞാനിനി എന്ത് ചെയ്തിട്ടാ മോളെ അവനെ? പപ്പ പപ്പ ഇങ്ങനെ ഇത്ര സീരിയസ് ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും മൂഡ് ഓഫ് കാണും ചേട്ടായിക്ക്. ചെറിയ കാര്യമല്ല മോളെ. എത്ര നാളുകൾക്ക് ശേഷം വരുന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷം അവനില്ല. പകരം എന്തോ ഒരു വെറുപ്പ് പോലെ, ആരോടൊക്കെ ദേഷ്യം പോലെ. അതൊരു ചെറിയ പ്രോബ്ലം അല്ല പപ്പയ്ക്ക്. എന്തുണ്ട് തുറന്നു പറയാലോ? അങ്ങനെയല്ലേ ഞങ്ങൾ നിങ്ങളെ വളർത്തിയത്? എന്തും തുറന്നു പറയാനുള്ള ഫ്രീഡം തന്നിട്ടില്ലേ? പപ്പ ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഒത്തിരി ടെൻഷനും പ്രഷറൊക്കെ ഉള്ള ജോലിയല്ലേ ചേട്ടായിക്ക്? അതിന്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പപ്പ. പേരൻസിനോട് പറയാൻ മടിയുള്ള എന്തെങ്കിലും ആണെങ്കിൽ എന്നോട് പറയാലോ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് കൂടെ അല്ലേ പാപ്പ? ഇനി എന്താ പപ്പയ്ക്ക്? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവനുണ്ടെങ്കിലും അവനത് എന്നോടോ ഗ്രേസിയോടോ പറയാതെ മോളോട് മാത്രം പറഞ്ഞാലും അതൊരു സങ്കടാ മോളെ. അങ്ങനല്ല അവനെ മോളെ ഞങ്ങൾ കാണുന്നത്. അവനെ ഞങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനാവുന്നില്ലെങ്കിൽ പേരൻസ് എന്ന നിലയിൽ ഞങ്ങളൊരു വലിയ പരാജയമല്ല മോളെ. ഞാൻ സംസാരിക്കാം. പപ്പ ഇങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും ടെൻഷൻ ആവാതെ. ചെറിയ കാര്യമല്ല മോളെ. നീയും അവനും ഞങ്ങൾക്ക് എന്നും ചെറുതാണെങ്കിലും നിങ്ങളാണ് ഞങ്ങൾക്ക് വലിയ കാര്യം. ചേട്ടായി, ചേട്ടായി, ചേട്ടായി. ഞാൻ വന്നോളാം. എനിക്കിത്തിരി സൗകര്യം തരുമോ? ചേട്ടാ, ചേട്ടായി, ഒന്ന് ഇറങ്ങി വാ. ഇവിടെ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. എന്താടി ടോമേ, മോനെ ടോമേ, ഒന്ന് തുറന്നിറങ്ങി വാടാ. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞോടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ.
ഒത്തിരി നാളായില്ലേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട്. വാ മോനെ. എനിക്ക് അതിനുള്ള യോഗ്യതയില്ല പപ്പ. എനിക്ക് കുറച്ച് വെള്ളം വേണം. മോനെ ടോമേ, നീ ഭക്ഷണം കഴിക്കേ. മോനെ നീ ഇരിക്കെ, അമ്മ ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്കെ. ഇരിക്കും. ടോം, അമ്മ ഫുഡ് എടുക്കാൻ പോവാ ചേട്ടായി. എനിക്ക് വേണ്ട. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു തലവേദന. അത് മാറുമ്പോൾ ഞാൻ വന്നോളാം. മോനെ നമുക്ക് ആശുപത്രിയിൽ പോവാം. അതിന് മാത്രം ഒന്നുമില്ല പപ്പ. എന്തെങ്കിലും നല്ലൊരു ബാമുണ്ട് ചേട്ടായി, വേണ്ട. ഞാൻ എടുത്തിട്ട് വരാം. ഇത് തന്നെ ലവ് ഫെയിലിയർ. എന്തോന്ന്? പ്രണയ നൈരാശ്യം. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, അങ്ങനെയുള്ളവരെങ്ങനെ കൂടെ കൂടെ വെള്ളം കുടിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, എന്ത് പച്ചവെള്ളം? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. മോള് പറയുന്നതിലും കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അവനെ ആരോ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എത്ര ഉത്സാഹമുള്ള കൊച്ചാ നമ്മുടെ. ഇതെന്തോ പറ്റിയിട്ടുണ്ട്. ആരോ അവനെ പറ്റിച്ചിട്ടുണ്ട്. ഡേ, എന്നാരും പറ്റിച്ചിട്ടുമില്ല. എനിക്കൊരു ലവ് ഫെയിലിയറും ഇല്ല. ഞാനൊരു തമാശ പറഞ്ഞതാ ചേട്ടായി. ടോമേ, നീ ഒന്ന് ഇവിടെ വന്നിരുന്നേ. എന്നിട്ട് എന്താ ഉണ്ടായതെന്നൊന്ന് പറ. എന്തായാലും ഇതൊരു തലവേദന മാത്രമല്ല. വന്നിരിക്കടാ. ആ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് സൈക്കിൾ വേണ്ടെന്ന്. ചുമ്മാ വെച്ച് വാടക കൂട്ടാണ്ട് കൊണ്ട കൊടുത്തൂടെ? ഇവനെന്ത് പറ്റി? ഇതെന്തൊക്കെയാ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നേ? ആർക്കാ ഇതൊക്കെ? എത്ര കാലങ്ങൾക്ക് ശേഷമാണ് മക്കളെ രണ്ടുപേരും ഒന്നിച്ച് കാണുന്നത്. ദേ, ആ വാതിൽ തുറന്ന് ദേഷ്യമൊക്കെ തീർത്താവും പുറത്തേക്ക് വരുമ്പോ കഴിക്കാൻ നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? അല്ലടി.
ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ. വരൂ. പ്ലീസ്. ഞങ്ങൾ പ്രൊഫസർമാർ അങ്ങനെയാണോ? പങ്ക്ച്വാലിറ്റി കൂടെയുള്ള വർഗമാണ് ഞങ്ങൾ. അത് ശരിയാ. ആ പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്കുള്ളതുപോലെ ഇതൊരു കാഷ്വൽ വിസിറ്റ് മാത്രം. ഒരിക്കലും ഒരു കൗൺസിലിങ്ങിൻ്റെ മൂഡുണ്ടാവരുത് അവനോട് സംസാരിക്കുമ്പോൾ. അവൻ വാതിൽ തുറക്കുവോ? അത്രയ്ക്ക് ഗുരുത്വമില്ലാത്തവനല്ല അവൻ. അറിവ് പകർന്ന ഗുരുവല്ലേ. പ്രൊഫസർക്ക് സംസാരിക്കാൻ പറ്റും. എന്താ സംഭവിച്ചേ? മോനെ, ടോമേ, എന്താണ് പറ്റിയത്? മോനെ, ഓ, അയ്യോ, ഇതെന്താ നിനക്ക് പറ്റിയേ? എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയേ? എന്താടാ? നിങ്ങളൊന്ന് ചോദിക്ക്. എന്താടാ മോനെ? മോനെ, എന്റെ കർത്താവേ. ഗ്രേസി, നാളെ നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോകും. കൂട്ടിൽ ഇടറി വീണാലും തഴുകുന്നു എന്നെ നാഥൻ, സ്നേഹം ചൊരിയുന്നു യേശുനാഥൻ. കൊല്ലം മുമ്പ് വന്നതാ നമ്മള്, അല്ലേ പപ്പാ? ക്രിസ്മസിന് വരണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചൊന്നുമല്ല. ഞാൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട് ഫാദറിനെ. എന്റെ സ്പിരിച്വൽ ഗൈഡാ. നമ്മളെ വലിയ കാര്യമാ ഫാദറിന്. ടോമിനെ എപ്പോഴും തിരക്കും. വിളിക്കുമ്പോഴൊക്കെ വരുവാണേൽ ഒരു ദിവസം എല്ലാവരും കൂടെ വരണമെന്ന് പറയാറുണ്ട് ഫാദർ. വെളുപ്പിനെ ഇറങ്ങിയത് നന്നായി. ഇരുട്ട് മുമ്പേ തിരിക്കാലോ. ഫാദറിനോട് സംസാരിക്കാനും ഒന്ന് കറങ്ങാനും നല്ല സമയമുണ്ട്. ടോം കേട്ടോ? നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. കറങ്ങാനൊന്നും ഞാനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ. ആ, നിന്റെ ഇഷ്ടം. കുരുടന്റെ കണ്ണിൽ തെളിയിച്ചു ദീപം, കുരുടന്റെ കണ്ണിൽ തെളിയിച്ചു
വരമായി യേശുനാഥൻ എല്ലാം സുഖമാക്കുമെൻ്റെ നാഥൻ. അലിവാണുനാഥൻ കനിവാണുനാഥൻ കനിവിൻ്റെ കടലാണുനാഥൻ സ്നേഹത്തിരയാണ് യേശുനാഥൻ. കൂരിരുൾ കൂട്ടിൽ ഇടറി വീണാലും കഴുകുന്നു എന്നെ നാഥൻ സ്നേഹം ചൊരിയുന്നു യേശുനാഥൻ. നീറും മനസ്സിൻ ശോകങ്ങളെല്ലാം നീക്കുന്നു എന്നാത്മനാഥൻ. നീറും മനസ്സിൻ പപ്പ വഴി വിടും വരെ ഉള്ളൂന്ന് തോന്നുന്നു. വണ്ടി അങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ, ഈ അരണ്യാശ്രമത്തിലേക്ക് പോകുന്ന വഴി എങ്ങനെയാ? ഒരു ഫാദർ ഗ്രിഗറി ഫെർണാണ്ടസ്. ഓ, നമ്മുടെ വല്യച്ഛൻ. ദേ, ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി, ഒരു പാലം കാണാം. അവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. അയ്യോ, വണ്ടി അങ്ങോട്ട് പോവില്ലല്ലോ. ദേ, വണ്ടി ഇവിടെ ഇട്ടാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണം. അച്ഛോ, നമസ്കാരം. നീ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല ഫാദർ. ടോം വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ. എന്തോ ഒരു ടെൻഷൻ പോലെ.
എനിക്ക് തോന്നുന്നു ടോം ഇപ്പോൾ വലിയൊരു ഭാരം ചുമന്ന് നടക്കുക. അപ്പുറം ഇപ്പുറമുള്ള കാഴ്ചകളൊന്നും ടോമിന്റെ കണ്ണിൽ പെടുന്നില്ല. ഭാരം മാത്രം, വേദന, വിശപ്പ്, ദാഹം, അങ്ങനെ 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 അല്ലേ? ഫാദറിന് തോന്നുന്ന അല്ല ടോം. ഇന്നലെയാണ് ടോമിന്റെ പപ്പ എന്നെ വിളിച്ചത്. ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു. ആ നിമിഷം ഞാൻ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. ടോം വിശ്വസിക്കുമോ? കർത്താവ് എനിക്ക് കാണിച്ചു തന്ന കാഴ്ചയെപ്പറ്റി പറഞ്ഞാൽ ഞാൻ കണ്ടു ടോം ഒരു മനോഹരമായ വീതിയിലൂടെ ഒരു സൈക്കിളിൽ നീങ്ങുന്നു. വഴിയരികിൽ ചോര വാർന്നു കിടക്കുന്ന ടോമിന്റെ പപ്പ പീറ്റർ. പക്ഷേ ടോം അത് അവഗണിച്ച് കടന്നുപോയി. ടോമിന്റെ പപ്പയ്ക്ക് അങ്ങനെ ഒരു ആപത്ത് പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ ആർക്ക്? ടോമിന് പറയാൻ എന്തൊക്കെയോ ഉണ്ട്. പറ, എന്താണത്? ഫാദർ, ഞാൻ തെറ്റ് ചെയ്തു പോയി ഫാദർ. സാരമില്ല, കരയരുത് മോനെ, കരയാതെ ടോം. ഫാദർ, സ്വപ്നത്തിൽ കണ്ടത് സത്യമാണ്. അതിന് സ്വപ്നം എന്നല്ല, ദർശനം എന്നാണ് വിളിക്കേണ്ടത്. ആരിൽ നിന്ന് എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ദൈവത്തിൽ നിന്ന് ഒന്നും മറച്ചു പിടിക്കാൻ പറ്റില്ല. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം ഫാദർ. എല്ലാ ദിവസവും അതിരാവിലെ ഞാൻ സൈക്കിളും എടുത്തൊരു 10-15 കിലോമീറ്റർ പോകാറുണ്ട്. കുറച്ച് ദിവസം മുമ്പാണ് അങ്ങനെ പോകുമ്പോൾ ആരോ ഒരാൾ വഴിയരികിൽ വീണ് കിടക്കുന്നതായി ഞാൻ കണ്ടു. നേരത്തെ ഒരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ആ ആളുടെ മുറിവുകളിൽ നിന്ന് ചോര വാർന്നൊലിക്കുകയായിരുന്നു. ഇടിച്ച വണ്ടി നിർത്താതെ പോയതാവാം, പക്ഷെ എനിക്കെന്തോ പേടി തോന്നി ഫാദർ. ടോം പറഞ്ഞോളൂ. എന്നിട്ട് എന്താ ഉണ്ടായേ? ഞാൻ എൻ്റെ സേഫ്റ്റിയെ കരുതി പിടയ്ക്കുന്ന ആ മനുഷ്യനെ അവഗണിച്ച് ഒരു ഭീരുവിനെ പോലെ ഓടി ഒളിച്ചു. പിടയ്ക്കുന്ന അയാളുടെ കണ്ണുകൾ പിന്നെ എന്നെ പിന്തുടരുകയായിരുന്നു. രക്ഷിക്കണേ എന്ന യാചന ആ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടും ഞാനത് അവഗണിച്ചു ഫാദർ. വൈകുന്നേരത്തെ TV ന്യൂസിലാണ് ഞാനത് കണ്ടത്. എന്നെ കൂടുതൽ തളർത്തിയത് മറ്റൊന്നാണ്.
ആ മരണത്തോടെ അനാഥമാകുന്നൊരു കുടുംബം. ആ TV ന്യൂസിൽ ഞാൻ അവരുടെ മുഖം കണ്ടു. ഒരു കുഞ്ഞും ഒരമ്മയും. നെഞ്ച് കീറിയുള്ള അവരുടെ ആ നിലവിളി എൻ്റെ ഹൃദയത്തിലാണ് തറച്ചത്. അതാണ് ഫാദർ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിച്ചത്. CCTVയിൽ ക്യാപ്ചർ ചെയ്ത് അദ്ദേഹം കിടക്കുന്നതിൻ്റെ വിഷ്വൽസ് കാണിച്ചു. നേരത്തെ വെളിച്ചത്തിൽ ഒത്തിരി പേര് കടന്നുപോയി. അടുത്തുവരെ വന്നിട്ട് അവഗണിച്ചു പോയത് ഞാൻ മാത്രമാണ് ഫാദർ. 1-2 ഫ്രണ്ട്സ് എൻ്റെ സൈക്കിൾ കണ്ടെന്നെ തിരിച്ചറിഞ്ഞു. അവരെന്നെ വല്ലാതെ കുറ്റപ്പെടുത്തി. അതോടെ ഞാൻ തകർന്നു പോയി ഫാദർ. ബീവറേജിന് മുമ്പിൽ പോയി ക്യൂ നിന്ന് കുറെ മദ്യം വാങ്ങി കുടിച്ചു. അങ്ങനെയെങ്കിലും ഞാനെല്ലാം ഒന്ന് മറക്കാൻ ശ്രമിച്ചു. എല്ലാം വീട്ടിൽ ചെന്നൊന്ന് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് സൈക്കിളാണ്. പഴയതെല്ലാം എന്നെ അത് ഓർമ്മപ്പെടുത്തി. എനിക്കറിയാം ഫാദർ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. എല്ലാം മറന്ന് എനിക്കെൻ്റെ പപ്പയോടും അമ്മയോടും ടീനയോടും കൂടെയൊക്കെ ഹാപ്പിയായിരിക്കാം. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല ഫാദർ. എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നീറിപ്പിടയുന്ന ആ ഓർമ്മകൾ എന്നെ ഞാൻ അല്ലാതാക്കുന്നു. വിലപ്പെട്ട ആ നിമിഷം ഞാനൊന്ന് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ ഒരു കുടുംബം അനാഥാവില്ലായിരുന്നു. എന്നെ നന്മ മാത്രം പഠിപ്പിച്ചവരാ എൻ്റെ അപ്പയും അമ്മയും. പക്ഷെ ഞാൻ മാത്രം നന്മ കാത്തുവെച്ച് ഒരു വലിയ ഇടയന്റെ ഗണത്തിലാ നമ്മുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന സ്നേഹമയനായൊരു ദൈവം നമുക്കുണ്ട്. പ്രാർത്ഥിക്കാൻ നമുക്ക് പോവാം.
വല്യച്ഛ, അവർക്ക് എന്താണ് അത്താഴം ഒരുക്കേണ്ടത്? എന്നിട്ട് വേണം മുരളിക്ക് വീട്ടിൽ പോകാൻ. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല രാമ. നമ്മുടെ കഞ്ഞിയും പയറും അവരത് കഴിച്ചോളും. ആരണ്യാശ്രമത്തിൽ വരുന്നവർക്ക് പുറത്തെ ശീലങ്ങൾ പാടില്ല എന്ന് വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് അച്ഛൻ്റെ ആളുകളായതുകൊണ്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആളുകളുണ്ടോ രാമ? ദൈവത്തിൻ്റെ ആളുകൾ. അവരാരായാലും എൻ്റെയും ആളുകളാണ്. ഇത്രയും കുറ്റബോധവും മനസ്താപവും ഉണ്ടായിട്ടും ചോര വാർന്ന് മരിച്ച ഒരു മാത്യുവിൻ്റെ രൂപം മാത്രമേ മോൻ്റെ മനസ്സിലുള്ളൂ. ഫാദർ, മനസ്തപിക്കുന്നവർക്ക് വേണ്ടി രക്തം വാർന്ന് മരിച്ച ഇദ്ദേഹത്തെ ഓർത്തിരുന്നോ നീ? ശരിയായ ശക്തമായ മനസ്താപമുണ്ടെങ്കിൽ ഈ രക്തത്തിൽ കഴുകിക്കളയാൻ കഴിയാത്ത പാപമില്ലട്ടോ. പിന്നെ കുറ്റബോധത്തോടെ നീ ബീവറേജിന്റെ മുമ്പിലായിരുന്നല്ല ക്യൂ നിൽക്കേണ്ടിയിരുന്നത്, മനസ്താപത്തോടെ. ഇവിടെയായി ഈ ക്രൂശിത രൂപത്തിന് മുമ്പിൽ. നിങ്ങളോ? ഫാദർ, താങ്ക്സ്. ഒത്തിരി സന്തോഷത്തോടു കൂടിയാ തിരിച്ചു പോക്ക്. അതിന് കാരണക്കാരൻ ഫാദറാ. ഞാനല്ല, എല്ലാം സർവശക്തന്റെ കാരുണ്യം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞിട്ടുണ്ട്, ഒരസ്ത്രം ശരീരത്തിൽ കയറിയാൽ അത് ഊരിക്കളഞ്ഞാൽ മാത്രം പോരാ, ആ മുറിവും സുഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പാപം കൊണ്ട് ആത്മാവിനുണ്ടാക്കുന്ന മുറിവുകളുണ്ട്. പാപം മോചിച്ച ശേഷം പ്രായശ്ചിത്തം കൊണ്ട് അത് സുഖപ്പെടുത്തണം. പീറ്റർ, ഇന്ന് 23-ാം തീയതി ഞാനും ടോമും ഒരു യാത്ര പോകുന്നു. ഒരിടം വരെ. എന്താ ടോം? ശരി ഫാദർ. ശരി.
പപ്പയെ നിനക്കിഷ്ടമാണെന്നറിയാം. ഒരിക്കൽ പോലും പപ്പ അകാരണമായി ശിക്ഷിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ശിക്ഷ വാങ്ങത്തക്ക രീതിയിൽ ഒരു തെറ്റ് നീ ചെയ്തിട്ടുമില്ല. പിന്നെ എവിടെയാടാ നമ്മൾ തമ്മിലുള്ള അകൽച്ച തുടങ്ങിയത്? പപ്പ ഒന്നും മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല. മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഇതൊരു സില്ലി കേസ്, ഒരു ചെറിയ കാര്യം മാത്രമാണ്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാണ് ഞാൻ അറിയാതെ. ടോം, പപ്പ സെന്റി അടിച്ച് ചേട്ടാ ഇനിയും വിഷമിപ്പിക്കല്ലേ. കഴിഞ്ഞൊക്കെ മറക്കു പപ്പ. ഇല്ലടി, പപ്പ പറയട്ടെ. പപ്പ, എല്ലാം ഞാൻ പറയാം. ഞാനും ഫാദറും കൂടിയുള്ള ആ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം സാരമില്ല, നീ വണ്ടി കയറടേ. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടി കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ, നീ ചെല്ലേ, നിമ്മിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചെല്ലേ. അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി. ആരാ? ഞാൻ ടോം പീറ്റർ, ഫാദർ ഗ്രിഗറി ഫെർണാണ്ടസിൻ്റെ കസിനാണ്. അച്ഛൻ പറഞ്ഞിരുന്നു ടോം വരുമെന്ന്. ആദ്യ കാര്യം പറഞ്ഞപ്പോ എന്തിനാ ഞാൻ ചോദിച്ചത്. പിന്നെ അച്ഛൻ വിശദമായി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ ഞാൻ സമ്മതിച്ചത്. സംഭവിച്ചത് സംഭവിച്ചു. ദൈവത്തിന്റെ തീരുമാനം നമ്മൾ മനുഷ്യർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. മാത്യൂസ് നല്ലവനായിരുന്നു. ദൈവത്തിനേറെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്റെ അച്ഛനെ നേരത്തെ വിളിച്ചത്. ടോമിന്റെ മുന്നിൽ കരയരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ക്ഷമിക്കണം. ടോം ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട ചേച്ചി, എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷമിക്കണമെന്ന് പറയാൻ മാത്രം. എന്തിന്? അതിന് ടോം തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ശരിയാ, അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഞാനൊന്ന് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊരു തോന്നൽ. അതാണ് എന്നെ പിടിച്ചൊലിച്ചത്. സാരല്ല, ടോം വന്നല്ലോ. ഇച്ചായന്റെ മരണം എന്നെ മോളെ തനിച്ചാക്കി എന്നുള്ള തോന്നലിൽ നിന്ന് ഫാദറാണ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. ആ ഫാദർ തന്നെ ദാ
എനിക്കൊരു ആങ്ങളെയും തന്നു. എനിക്ക് സന്തോഷായി. ടോം സന്തോഷത്തോടെ പോയിക്കോളൂ, വിഷമിക്കരുത്. മമ്മി ഇച്ഛായ മരിക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പെടുത്ത ഫോട്ടോയാ. ഇച്ഛാന്റെ മരണശേഷം എന്റെ മോളിത് താഴെ വെച്ചിട്ട് ബാ, ചേട്ടൻ മോക്കൊരു സമ്മാനം തരട്ടെ. മോള് പ്രാർത്ഥിക്കണം. മോളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഉണ്ണീശോനോട് പറയണം. പപ്പ, അമ്മ, ഞാൻ മോനെ, ഫാദർ എല്ലാം ഞങ്ങളോട് പറഞ്ഞിരുന്നു. കരുണയുടെ വാതായനങ്ങൾ അറിഞ്ഞിട്ടില്ല. ദാ ഇവനെപ്പോലെയുള്ള കരുണാർദ്രമായ മനസ്സുകൾ ഈ ലോകത്ത് ഇനിയും ബാക്കിയുണ്ട്. പീറ്റർ, നിന്റെ മോൻ വലിയവനാ. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. അത് തിരിച്ചറിഞ്ഞ് തിരുത്തുകയെന്നതാണ് വലിയ കാര്യം. നിങ്ങളുടെ കുടുംബത്തിലേക്ക് 2 അംഗങ്ങളെ കൂടി ഞാൻ തരാം. ഗോഡ് ബ്ലെസ് യു. മദർ